ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാനെ അകറ്റി നിർത്തുകയല്ല, അവരുമായി അടുത്ത് നിൽക്കുകയാണ് എങ്കിൽ പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ ഇല്ലാതാകും എന്ന തിരിച്ചറിവിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയെന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് അമേരിക്കയും ഇസ്രയേലിനെയും നമ്പി നിന്നാൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്ക് എന്നാണ്. അതിനുദാഹരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തവണ അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ സൗദിയിലേക്കോ യു എയിലേക്കോ ഒരു ഡ്രോൺ പോലും അയച്ചിട്ടില്ല എന്നാണ്. സൗദിയും യു എയുമായി ഡീൽ ആയോ ഇറാൻ? ഒപ്പം തന്നെ ഇനി അറബ് ലോകത്തിലും വലിയ മാറ്റം വരുമോ ഇറാനുമായുള്ള ബന്ധത്തിൽ? അതാണ് നിർണായകമായ ചോദ്യം. അറബി ലോകത്തിന് ഇനിയുള്ള പോക്ക് എങ്ങോട്ട്? പ്രത്യേകിച്ച് GCC മേഖലയിലെ അറബി രാജ്യങ്ങൾ, 6 രാജ്യങ്ങൾ ഇനി എന്ത് നിലപാടാണ് എടുക്കാൻ പോവുക? ഇപ്പോൾ ഒരു ധാരണയൊന്നും എത്തിയിട്ടില്ല, ഏകദേശ ധാരണയാണ്. പക്ഷെ നാളുകളിലെ ഭാവിയിലെ ഒരു രാഷ്ട്രീയത്തിൽ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാഷ്ട്രീയത്തിൽ അറബ് ശക്തികൾ കുറച്ചുകൂടി സ്വതന്ത്രമായ നിലപാട് എടുക്കുമോ എന്നതാണ് ചോദ്യം. അറിവ്, ഇപ്പോൾ പറഞ്ഞ അറിവ് വളരെ പ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ്. തങ്ങളുടെ രാജ്യങ്ങളിൽ, സൗദിയിലും കുവൈറ്റിലും UAE-യിലും ബഹറിലും ഖത്തറിലും ഒക്കെ അമേരിക്കയ്ക്ക് താവളങ്ങൾ അനുവദിച്ചത് നല്ലൊരു ഉദ്ദേശത്തിലാണ്. ഏതെങ്കിലും കാരണവശാൽ 2 രാജ്യങ്ങളാണ്, ഒന്ന് ഇസ്രായേൽ, മറ്റേത് ഇറാൻ. ഈ 2 രാജ്യങ്ങളിൽ ഏതിൽ നിന്നെങ്കിലും ആക്രമണം ഉണ്ടായാൽ തങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ അമേരിക്കൻ സേനാ താവളങ്ങൾ സഹായിക്കും എന്ന ഒരു ചിന്ത, ആ ചിന്ത പൂർണ്ണമായി അസ്ഥാനത്തായി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അത് അവർക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി കാണും. അല്ല എങ്കിൽ അവർ വിഡ്ഢികളുടെ പ്രദേശത്തിൽ ജീവിക്കുന്നു എന്ന് കരുതണം. അതുമാത്രമല്ല, ആ തിരിച്ചറിവ് എന്താണ്? തങ്ങൾ അമേരിക്കയ്ക്ക് താവളങ്ങൾ ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് ഇറാൻ തങ്ങളെ ആക്രമിച്ചത്. തങ്ങളെയല്ല, അമേരിക്കൻ താവളങ്ങളെയാണ് ആക്രമിക്കുന്നത്. തങ്ങളുടെ ഭൂമിയിലായിരുന്നുകൊണ്ട് തങ്ങളെ ആക്രമിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപരമായ സമീപനം, അമേരിക്കൻ താവളങ്ങൾ കുറച്ചുകൊണ്ട് വരിക, ഒറ്റയടിക്കത് അത് കണക്ക് പുറത്തൊന്നും പറയാനാവില്ല, അതുകൊണ്ട് കുറച്ചുകൊണ്ട് വരിക, ഏതെങ്കിലും രീതിയിൽ അവരെ പരിമിതപ്പെടുത്തി കൊണ്ടുവന്ന് പരമാവധി ഒഴിവാക്കി നിർത്തിയാൽ ഇറാനുമായി നേരിട്ട് സംസാരിക്കാവുന്ന ഒരു ടേംസിലാകും. ഇറാനുമായി അല്ലാതെ എന്ത് ശത്രുത? പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനുമായി ഒരു ശത്രുതയും ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇറാൻ എണ്ണ സമ്പന്നമാണ്, മിക്ക പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും എണ്ണ സമ്പന്നമാണ്. എണ്ണയുടെ കാര്യത്തിൽ അവർ തമ്മിൽ മത്സരിക്കേണ്ട കാര്യവുമില്ല. ഒപ്പക്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അമേരിക്ക നിശ്ചയിക്കുന്ന തോതിലും രീതിയിലും എണ്ണ വിതരണം ലോകത്ത് നടക്കാതെ ഇരിക്കണമെങ്കിൽ GCC രാജ്യങ്ങളും ഇറാനും ചേർന്ന് എണ്ണയുടെ കാര്യത്തിൽ എണ്ണയുടെ സുഗമമായ നീക്ക്, തങ്ങളുടേത് പേർഷ്യൻ ഗൾഫ് തങ്ങളുടെ മേഖലയാണ്, തങ്ങൾ നോക്കിക്കൊള്ളാം, അമേരിക്കയുടെ സഹായം വേണ്ട എന്ന് പറയുകയും, ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കെല്ലാം തീരുമാനിക്കാം, ഇസ്രായേൽ അറബ് രാജ്യങ്ങളും ചങ്ങാതികളാണ്, അതുകൊണ്ട് അവർ തമ്മിൽ അബ്രഹാമിൻ്റെ പേരിൽ കരാറുകൾ ഒപ്പിടുന്നു, സമാധാനം പാലിക്കുന്നു. അതൊന്നും തെറ്റല്ല, അമേരിക്കയുടെ സഹായമൊന്നും വേണ്ട. അബ്രഹാമിൻ്റെ പേരിൽ കരാർ ഒപ്പിടാൻ, ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിടാൻ അമേരിക്കയുടെ സഹായം ആവശ്യമില്ല. അബ്രഹാമിൻ്റെ പേരിൽ തന്നെ അവർക്ക് ചെയ്യാം, അത് വേണമെങ്കിൽ ഇറാനും ചെയ്യാം എന്നാണ് എൻ്റെ പക്ഷം. അപ്പം അതുകൊണ്ട് ഇറാനും ചെയ്യേണ്ട കാര്യത്തിൽ, കാരണം അറബികളാണല്ലോ, അറബികൾ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരകളിൽ പെടുന്ന അറബികളും ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പരകളിൽ പെടുന്ന അബ്രഹാമിന് 2 മക്കളാണല്ലോ. അതാണല്ലോ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. പക്ഷെ അതിൽ ഇറാൻ കുറച്ചുകൂടെ മാറി നിൽക്കുന്ന പ്രദേശമാണ്. പേർഷ്യ എന്ന് പറയുന്നത് അറബല്ല, മുസ്ലിം ആണെങ്കിൽ പോലും അറബി പ്രദേശമല്ല, നോൺ അറബ് പ്രദേശമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അബ്രഹാമിൻ്റെ പേരിലെ കരാറിൽ നിന്നും ഇറാൻ മാറി നിൽക്കാം. പക്ഷേ ഇറാനും സൗദി അറേബ്യയും തമ്മിലും ഇറാനും UAE-യും തമ്മിലും ഇറാൻ ഖത്തറും തമ്മിലുമൊക്കെ ഊഷ്മളമായ ബന്ധം ഉണ്ട് എങ്കിൽ ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ആ രീതിയിൽ ആക്രമിക്കാനും പറ്റില്ല. അതുകൊണ്ട് അമേരിക്കയുടെ സാന്നിധ്യം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇതാണ് സത്യം. അതുമാത്രമല്ല, ഈ ഗൾഫിലെ ആളുകൾ, ഗൾഫ് എന്ന് പറയുമ്പോൾ ഇറാനിൽ ഇന്ത്യൻസ് ഉൾപ്പെടെ വരും, ഇറാനിലെയും ഗൾഫ് പേർഷ്യൻ ഗൾഫ് തെക്കുള്ള രാജ്യങ്ങളിലെയും ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നന്നല്ലേ, ഒന്ന് മാറി ചിന്തിക്കുക. ഇപ്പോൾ സൗദി അറേബ്യയോ ഇറാനോ ആയിരുന്നു ലോകത്തെ വൻ ശക്തിയെങ്കിൽ യൂറോപ്പിൽ ഫ്രാൻസോ ഇറ്റലിയോ അല്ലെങ്കിൽ ഫ്രാൻസോ ജർമ്മനിയോ അല്ലെങ്കിൽ ജർമ്മനിയോ ഇംഗ്ലണ്ടോ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവിടെ ചെന്ന് താവളങ്ങൾ ഉറപ്പിച്ച്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളുടെ താവളം ഉറപ്പിച്ച് യുദ്ധസന്നാഹമായിട്ട് നീങ്ങാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കാനെങ്കിലും പറ്റുമോ? അത് മറ്റൊരു സംസ്കാരമല്ലേ, മറ്റൊരു മേഖലയല്ലേ, മറ്റൊരു ജിയോഗ്രാഫിക്കൽ ടെറൈനല്ലേ, അത് സാധിക്കുമോ? പിന്നെ എന്തിന് തങ്ങളുടെ രാജ്യം വൈദേശിക ശക്തികളുടെ താവളം ഒരുക്കാൻ വേണ്ടി
തങ്ങളുടെ രാജ്യത്തിൻ്റെ മണ്ണ് വിട്ടുകൊടുക്കുന്നത് എന്തിന്? തിരിച്ചു സംഭവിക്കില്ലല്ലോ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ ജനത, അതൊന്നും ജനാധിപത്യ രാജ്യങ്ങളല്ല, ജന അഭിപ്രായത്തിന് വലിയ സ്ഥാനമില്ല, പക്ഷേ ജന അഭിപ്രായം പൂർണ്ണമായി തൃണവൽഗണിച്ചുകൊണ്ട് അവിടുത്തെ രാജവംശങ്ങൾക്ക് മുന്നോട്ട് പോകാനും ആവില്ല. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, തങ്ങൾക്കും തങ്ങളുടെ തലമുറകൾക്കും ഭാവി തലമുറകൾക്കും മുന്നോട്ട് പോവണമെങ്കിൽ എന്നും ഇറാനിൽ നിന്ന് ഭീഷണി, മിസൈൽ വർഷം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇറാനുമായി സന്ധി ചെയ്തുകൊണ്ട്, അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടെങ്കിൽ അങ്ങനെ ഇറാനുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോയാൽ ഇറ്റ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇറാൻ ആൻഡ് പേർഷ്യൻ ഗൾഫ് കൺട്രീസ്. ഈ ചിന്ത വ്യാപകമാണ്. ഈ ചിന്ത മുന്നോട്ട് പോയാൽ ആത്യന്തികമായ സമാധാനമുണ്ടാകും. ഒരു പാഠം കൂടിയുണ്ട്, ലോക രാജ്യങ്ങൾക്ക് ഒരു പാഠം കൂടിയുണ്ട്. വൈദേശിക ശക്തികളുടെ തങ്ങളുടെ മേഖലയിലേക്ക് ആകർഷിച്ച് അവർക്ക് താവളമൊരുക്കി തങ്ങളുടെ പ്രാദേശിക പ്രതിയോഗികളെ നേരിടാൻ തന്ത്രമൊരുക്കിയിരുന്നാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന നിലയിലാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ കുഴിച്ച കുഴിയിൽ ഗൾഫ് രാജ്യങ്ങൾ തന്നെ വീണു. പക്ഷേ വീണു എന്ന് ഇപ്പോൾ അവർ സമ്മതിക്കില്ല. വീണു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ആ വീഴ്ചയിൽ നിന്നും കരകയറാൻ ബുദ്ധിപരമായ സമീപനങ്ങൾ നടത്തുമോ? പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കണക്കിൽ കൊള്ളാത്ത സമ്പത്ത്, വൻ സമ്പത്ത് വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ, ലോക്കറുകളിൽ, സ്വിസ് ബാങ്കുകളിൽ ആട്ടിക്ക് വെച്ചിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അത് തെറ്റല്ല. അതൊക്കെ മരവിപ്പിക്കപ്പെട്ടാൽ അമേരിക്കയെ വെറുപ്പിക്കാനാവില്ല. അമേരിക്കയുടെ ടെക്നോളജി വേണം, അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും മറ്റ് സഹായങ്ങളും വേണം, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. അമേരിക്കയെ തല്ലിപ്പറഞ്ഞ് വിട്ടാൽ, പിണക്കി വിട്ടാൽ ഇതെല്ലാം അവതാളത്തിലാവില്ലേ? അമേരിക്കയുടെ ആയുധങ്ങൾ വേണ്ട. ഇവിടെ യുദ്ധമുണ്ടെങ്കിലല്ലേ ആയുധങ്ങളുള്ളൂ. ഇപ്പോൾ അമേരിക്ക ആയുധങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഡംപിങ് യാർഡായി ഗൾഫ് രാജ്യങ്ങളെ ഉപയോഗിക്കുന്നു. അതൊഴിവാക്കാം. എന്തുകൊണ്ടാണ്? ഇറാനുമായി തർക്കമില്ലെങ്കിൽ പിന്നെ ആയുധങ്ങൾ എന്തിനാണ്? ഇസ്രായേലുമായി തർക്കമില്ലെങ്കിൽ ആയുധങ്ങൾ എന്തിനാണ്? അത് കുറച്ച് കൊണ്ടുവരാം. പക്ഷേ വികസനം വേണം, ടെക്നോളജി വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് മറ്റിടങ്ങളിൽ നിന്നും ഗ്ലോബലി അത് സോഴ്സ് ചെയ്യാൻ ചൈന, റഷ്യ, ഇന്ത്യ ഒക്കെ ഉണ്ട്. സോഴ്സ് ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ കഴിയുമെങ്കിൽ അമേരിക്കയിൽ നിന്നുമുണ്ട്. ഒരു ഷെയർ അമേരിക്കയിൽ നിന്നാകണം. ആ രീതിയിൽ ന്യൂട്രലൈസ് ചെയ്ത് വന്നാൽ, ഗൾഫ് രാജ്യങ്ങൾ ന്യൂട്രലായി മാറിയാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാവും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിക്കുന്നില്ല, ഇപ്പോൾ ആത്യന്തികമായി അവസാനിക്കുകയോ കുറഞ്ഞു വരികയോ ചെയ്യുമ്പോൾ മാറി ചിന്തിക്കാൻ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങൾ തയ്യാറായാൽ അവർക്ക് നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ.